നമ്മളൊക്കെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിൽ ഓരോ ദിവസവും ഒരുപാട് തവണകളായി സ്വലാത്തുകൾ ചൊല്ലുന്നവരാണ്. രാത്രിയും പകലുമൊക്കെയായിട്ട് ആയിരക്കണക്കിന് സ്വലാത്തുകൾ ഓരോ ദിവസവും ചൊല്ലിത്തീർക്കുന്നവരുണ്ട്. ലക്ഷങ്ങൾ നേർച്ചയാക്കി ചൊല്ലുന്നവരുണ്ട്. ഹബീബായ തങ്ങളോടുള്ള അടങ്ങാത്ത മഹബത്ത് കാരണം ഓരോ ദിവസവും എണ്ണിയാലൊടുങ്ങാത്ത അത്രമേൽ സ്വലാത്തുകളും അത്രമേൽ ഇനങ്ങൾ സ്വലാത്തുകളും ചൊല്ലുന്നവരാണ്. അതൊക്കെ ഹബീബായ തങ്ങളുടെ അവിടുത്തെ പൊരുത്തം ലഭിക്കാനും നാളെ ശഫാഅത്ത് ലഭിക്കാനും വലിയ വലിയ പ്രതിസന്ധികളിൽ നിന്ന്, രോഗങ്ങളിൽ നിന്ന്, കടങ്ങളിൽ നിന്നൊക്കെ, ബുദ്ധിമുട്ടുകളിൽ നിന്നൊക്കെ സലാമത്ത് ലഭിക്കാനൊക്കെ കാരണമാകുന്ന മഹാന്മാർ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് സ്വലാത്തുകൾ ചൊല്ലുന്നത് കൊണ്ട് നമുക്ക് ലഭിക്കുന്ന നേട്ടങ്ങളെ കുറിച്ചാണ്. ഇൻഷാ അല്ലാഹ് 27 നേട്ടങ്ങൾ, 27 ഗുണങ്ങൾ, സ്വലാത്ത് ചൊല്ലുന്നവർക്ക് ലഭിക്കുന്ന ഗുണങ്ങളെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കൃത്യമായി പഠിക്കാനും മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനുമുള്ള തൗഫീഖ് നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലെ സ്വലാത്ത് ചൊല്ലുന്നത് കൊണ്ട് സ്വായത്തമാക്കുന്ന നേട്ടങ്ങളും പുണ്യങ്ങളൊക്കെ അവർണ്ണനീയമാണ്. അത് എണ്ണിയാൽ ഒടുങ്ങാത്തതാണ്. അത് ക്ലിപ്തപ്പെടുത്തി വാചകങ്ങളിൽ ഒതുക്കുക എന്നുള്ളത് അസാധ്യമാണ്. അത്രമേൽ മഹത്വങ്ങൾ അതിനുണ്ട്. അതുകൊണ്ടാണ് മുത്തുനബി തങ്ങളുടെ മേലിൽ നിരന്തരം സ്വലാത്തുകൾ ഓരോരുത്തരും ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് മുറുകെ പിടിക്കാൻ ഏതെങ്കിലും ഒരു സ്വലാത്ത് ആരുടെയെങ്കിലുമൊക്കെ ഇജാസത്ത് വഴി വാങ്ങിച്ച് വലിയ വലിയ മഹാന്മാരുടെ അടുക്കൽ നിന്നൊക്കെ വാങ്ങിയിട്ട് നമ്മളത് ജീവിതത്തിൽ പകർത്തണം. അപ്പൊ ഏത് പ്രതിസന്ധികളെയും ആ സ്വലാത്ത് നമ്മൾ ഒരു അവലംബമാക്കണം. മുത്തുനബി തങ്ങള് മഹാനരായ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞില്ലേ, നിന്റെ ദുനിയാവിലെയും ആഖിറത്തിലെയും സകല പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടാൻ തീരാൻ തങ്ങളുടെ മേലിലുള്ള സ്വലാത്ത് മതി എന്ന് ഹബീബായ തങ്ങൾ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞിട്ടുണ്ട്. ആ സ്വലാത്ത് ഏത് വിഷയങ്ങൾക്കും പരിഹാരമാണ്. തീരാത്ത കടങ്ങളുണ്ടോ, മാറാത്ത രോഗങ്ങളുണ്ടോ, സ്വലാത്ത് അതിനൊക്കെ പരിഹാരമാണ്. ഏത് പ്രതിസന്ധികളിൽ നിന്നും രക്ഷ ലഭിക്കാൻ സ്വലാത്ത് ധാരാളമാണ്. അപ്പൊ ആ ഹബീബായ തങ്ങളുടെ മേലിൽ സ്വലാത്ത് ചൊല്ലുന്നത് കൊണ്ട് നമുക്ക് ലഭിക്കുന്ന നേട്ടങ്ങളാണ് നമ്മൾ പറയുന്നത്. ഇൻഷാ അല്ലാഹ് അതിൽ ഒന്നാമത്തെ ഗുണം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ കൽപ്പനയെ അനുസരിക്കൽ. ഹബീബായ തങ്ങളുടെ മേൽ നിങ്ങൾ സ്വലാത്തും സലാമും ചൊല്ലുവിൻ, സമർപ്പിക്കുവിൻ എന്ന് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ കൽപ്പിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഒരു സ്വലാത്ത് ചൊല്ലുമ്പോ അള്ളാഹുവിന്റെ കൽപ്പനയെ അനുസരിക്കുക എന്നുള്ള ഒരു ഗുണം നമുക്ക് ലഭിക്കുന്നുണ്ട്. അത് വലിയൊരു ഗുണം തന്നെയാണ്. അള്ളാഹു പറഞ്ഞ ഒരു കാര്യം നാം കേൾക്കുക എന്നുള്ളത്, അത് അള്ളാഹുവിന് വഴിപ്പെടുക എന്നുള്ളതാണ്, അല്ലെ? അള്ളാഹുവിനെ നാം അനുസരിക്കുക എന്നുള്ളതാണ്. അത് നമുക്ക് പ്രതിഫലം ലഭിക്കാൻ കാരണമാകും. അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ചു എന്നുള്ളതിന്റെ ഒക്കെ കാരണമാണത്. രണ്ടാമത്തത്, സ്വലാത്തിന്റെ വിഷയത്തിൽ അള്ളാഹുവോടും മലക്കുകളോടും യോജിപ്പ് പ്രകടിപ്പിക്കുക എന്നുള്ളൊരു വിഷയവും കൂടെ സ്വലാത്ത് ചൊല്ലുമ്പോൾ നടക്കുന്നുണ്ട്. സ്വലാത്തിന്റെ അർത്ഥങ്ങളിൽ വ്യത്യാസമുണ്ടെങ്കിലും അള്ളാഹുവിന്റെ സ്വലാത്ത് എന്ന് പറയുമ്പോഴും മലക്കുകളുടെ സ്വലാത്ത് എന്ന് പറയുമ്പോഴും നമ്മുടെ സ്വലാത്ത് എന്ന് പറയുമ്പോഴും അത് വ്യത്യസ്തങ്ങളായ അർത്ഥങ്ങൾക്കാണ് ഉപയോഗിക്കുക എന്നുണ്ടെങ്കിലും അള്ളാഹുവിന്റെ സ്വലാത്ത് നബിയെ പ്രകീർത്തിക്കുക, ബഹുമാനിക്കുക എന്നതൊക്കെയാണ്. മലക്കുകളുടേതും മനുഷ്യരുടേതും വേറെ രൂപത്തിലാണ്. അപ്പോ എല്ലാ അർത്ഥത്തിലുമുള്ള ആ സ്വലാത്തുകളിൽ നാം യോജിക്കുന്നുണ്ട്. അള്ളാഹു സ്വലാത്ത് നിർവഹിക്കുന്നുണ്ട്, മലക്കുകൾ സ്വലാത്ത് നിർവഹിക്കുന്നുണ്ട്, നാമും സ്വലാത്ത് നിർവഹിക്കുന്നുണ്ട്. അപ്പൊ നമ്മളെല്ലാവരും ചെയ്യുന്ന ഡ്യൂട്ടി, ജോലി അതൊന്നായി മാറുന്നുണ്ട്. അപ്പൊ അവരുടെയൊക്കെ അള്ളാഹുവിന്റെയും മലക്കുകളുടെയൊക്കെ പ്രവർത്തനത്തിനോട് നാം യോജിക്കുന്നുണ്ട് എന്നുള്ള ഒരു നേട്ടവും കൂടെ സ്വലാത്ത് ചൊല്ലുമ്പോൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. മൂന്നാമത്തത്, സ്വലാത്ത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹം ഹൃദയത്തിൽ നിലനിർത്തുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യും. നമ്മൾ ഹബീബായ തങ്ങളുടെ മേലിലെ സ്വലാത്ത് ചൊല്ലുമ്പോൾ ആ തങ്ങളോടുള്ള മഹബത്ത്, അത് നമ്മുടെ ഈമാൻ പൂർണ്ണമാകാൻ കാരണമാണ്. ആ മഹബത്ത് നമുക്ക് നിലനിർത്താൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് സ്വലാത്ത് ചൊല്ലുമ്പോൾ നമുക്ക് ലഭിക്കുന്ന മറ്റൊരു നേട്ടം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നിരവധി അനുഗ്രഹങ്ങളും നേട്ടങ്ങളും സ്വലാത്ത് ചൊല്ലുന്നവർക്ക് ലഭിക്കുന്നതിനെ കുറിച്ച് മഹാന്മാർ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. നമ്മളത് ഓരോന്നും പറയുന്നത്, ഒരുപാട് ആളുകൾ ധാരാളം സ്വലാത്തുകൾ ചൊല്ലുന്നവരുണ്ട്. അവർക്കതൊരു പ്രചോദനമാകട്ടെ, ഈ അനുഗ്രഹങ്ങളും നേട്ടങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ചൊല്ലട്ടെ എന്ന് കരുതിയിട്ടാണ്. നാലാമത്തത്, സ്വലാത്ത് ചൊല്ലുന്നവനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്നേഹിക്കും എന്നുള്ളതാണ്. അപ്പൊ ഹബീബായ തങ്ങളുടെ മുഹിബ്ബീങ്ങളിൽ നമുക്ക് പെടാൻ സാധിക്കും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഞ്ചാമത്തത്, ഒരു തവണ ഒരാൾ ഹബീബായ തങ്ങളുടെ മേലിൽ
സ്വലാത്ത് ചൊല്ലുന്നവന് ഒരു തവണ സ്വലാത്ത് ചൊല്ലിയാൽ അള്ളാഹു അവന് 10 സ്വലാത്ത് കരഗതമാക്കി കൊടുക്കും. ഇതിന് ധാരാളം ഹദീസുകൾ തെളിവുണ്ട്. മുത്തുനബി തങ്ങൾ പറഞ്ഞ എത്രയോ ഹദീസുകൾ നമുക്കറിയാം. ആരുടെ മേൽ അള്ളാഹു സ്വലാത്ത് വർഷിക്കുന്നുവോ അവരോടവൻ കരുണ കാണിക്കുന്നു, ആരോട് അള്ളാഹു കരുണ കാണിക്കുന്നോ അവരെ അവൻ ശിക്ഷിക്കുന്നതല്ല. അപ്പൊ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിൽ ഒരു സ്വലാത്ത് ചൊല്ലുമ്പോൾ അള്ളാഹു നമുക്ക് 10 ഗുണങ്ങൾ നൽകും. അപ്പൊ 10 അനുഗ്രഹങ്ങൾ, 10 സ്വലാത്തുകൾ അള്ളാഹു വർഷിക്കും. സ്വലാത്തുകൾ വർഷിക്കും എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ സ്വലാത്ത് ആരുടെ മേലാണോ വർഷിക്കുന്നത് അവരോട് അള്ളാഹു കരുണ കാണിക്കുന്നതല്ല. അള്ളാഹു ആരോടാണോ കരുണ കാണിക്കുന്നത് അവരെ അള്ളാഹു ശിക്ഷിക്കുകയില്ല എന്നുള്ളതാണ്. അപ്പൊ 5ാമത്തെ നേട്ടമായി പറഞ്ഞ ഗുണത്തിന്റെ പ്രത്യേകത അള്ളാഹുവിന്റെ ശിക്ഷകൾ നമുക്ക് ലഭിക്കുകയില്ല സ്വലാത്ത് ചൊല്ലുമ്പോൾ എന്നുള്ളതാണ്. അള്ളാഹു നമ്മെ ആ വിഭാഗത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. 6ാമത്തെ നേട്ടം സ്വലാത്ത് ചൊല്ലുന്നവന്റെ മേൽ മലക്കുകൾ സ്വലാത്ത് ചൊല്ലുന്നു. ഇതിന് ഹദീസിലൊക്കെ ഇതിന്റെ വചനങ്ങൾ കൃത്യമായി വന്നിട്ടുണ്ട്. ഞാനതൊന്നും വിശദീകരിക്കുന്നില്ല. ആരൊരാൾ എന്റെ മേൽ സ്വലാത്ത് ചൊല്ലുന്നുവോ അപ്പോഴെല്ലാം മലക്കുകൾ അവന്റെ മേലിലും സ്വലാത്ത് ചൊല്ലുന്നു. അതിനാൽ അടിമകൾ സ്വലാത്ത് വർദ്ധിപ്പിക്കട്ടെ, അതിന് കഴിയാതെ വരുമ്പോൾ കുറഞ്ഞ തോതിലെങ്കിലും ചൊല്ലട്ടെ എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് ഇബ്നു മാജയ്ക്ക് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസില് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. 7ാമത്തേത് സ്വലാത്ത് ചൊല്ലുന്നവന് 10 ഉന്നതമായ പദവികൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും. 10 ഉന്നതമായ പദവികൾ നൽകും എന്ന് പറയുമ്പോൾ 10 നന്മകൾ അല്ലാഹു എഴുതി കൊടുക്കും എന്നുള്ളതാണ്. നസായിയും ഹാക്കിമൊക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ ഇതിനെ വളരെ വിശദമായി പ്രതിപാദിക്കുന്നുണ്ട്. അപ്പോ സ്വലാത്ത് ഒരാൾ ചൊല്ലുമ്പോൾ 10 ഉന്നതമായ സ്ഥാനങ്ങൾ അവന് നൽകും എന്നുള്ളതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. 8ാമത്തെ ഗുണം ദോഷങ്ങൾ പൊറുക്കപ്പെടും എന്നുള്ളതാണ്. ഹദീസുകളിൽ കാണാം, ഒരാൾ എന്റെ മേൽ ഒരു തവണ സ്വലാത്ത് ചൊല്ലുകയും അത് സ്വീകരിക്കപ്പെടുകയും ചെയ്താൽ അവന്റെ 40 വർഷത്തെ ദോഷങ്ങൾ അല്ലാഹു മായ്ച്ചു കളയും എന്നുള്ളത് വന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ദോഷങ്ങൾ പൊറുക്കാൻ കാരണമാകും. ഹബീബായ തങ്ങളുടെ മേലിലുള്ള സ്വലാത്ത്, ഒരൊറ്റ സ്വലാത്ത് ചൊല്ലിയാൽ മതി, ഒരൊറ്റ തവണ സ്വലാത്ത് ചൊല്ലിയാൽ 40 വർഷത്തെ ദോഷങ്ങൾ പൊറുക്കാൻ കാരണമാകും. അല്ലാഹു നമ്മെ ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സങ്കീർണമായ 9ാമത്തേത് സങ്കീർണമായ വിഷമങ്ങളും പ്രശ്നങ്ങളും നീങ്ങാൻ, പരിഹരിക്കപ്പെടാൻ സ്വലാത്ത് കാരണമാകുന്നു. മുഴുവൻ സമയവും സ്വലാത്ത് ചൊല്ലി കഴിഞ്ഞുകൂടാൻ പ്രതിജ്ഞയെടുത്ത സ്വഹാബിയോട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എങ്കിൽ നിന്റെ ദോഷങ്ങൾ പൊറുക്കപ്പെടും, വിഷമങ്ങൾ പരിഹരിക്കപ്പെടുകയും ചെയ്യുമെന്ന്. ഇതൊക്കെ നബി തങ്ങളുടെ കാലത്ത് സഹാബാക്കൾ അങ്ങേയറ്റം ഹബീബായ തങ്ങളെ സ്നേഹിക്കുന്നു, അവിടുത്തെ ബഹുമാനിക്കുന്നു, അവിടുത്തെ എല്ലാം ഹബീബായ തങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്നു. അങ്ങനെ വളരെ ആത്മാർത്ഥമായിട്ട് അവരിങ്ങനെ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ, വളരെ ആത്മാർത്ഥമായിട്ട് അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ സന്തോഷമായിട്ട് മുത്തുനബി തങ്ങൾ പറയുന്നു, അത് നിന്റെ ദുനിയാവിലെയും ആഖിറത്തിലെയും പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാൻ കാരണമാകും, അത് നിന്റെ ദോഷങ്ങൾ പൊറുക്കാൻ കാരണമാകുന്നു. എന്തൊരു അനുഭൂതിയായിരിക്കും ആ സ്വഹാബാക്കൾക്ക് ഉണ്ടായിരിക്കുക അല്ലെ? ചില സന്ദർഭങ്ങളിൽ പറയുന്നു, നീ എന്റെ കൂടെ നാളെ സ്വർഗത്തിലുണ്ടാകും, നീ എന്റെ മുറാഫഖത്ത് നിനക്കുണ്ടാകും എന്നൊക്കെ. എത്രമേൽ അനുഭൂതിയായിരിക്കും ആ സ്വഹാബാക്കൾക്കൊക്കെ ഉണ്ടായിരിക്കുക. ഈ സ്വലാത്തുകളൊക്കെ നാമം ചൊല്ലുമ്പോൾ നമുക്കും അതൊക്കെ ഉണ്ടാകും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. 10ാമത്തെ നേട്ടം എന്ന് പറയുന്നത് സ്വലാത്തിന് ദാനധർമ്മത്തിന്റെ സദഖയുടെ സ്ഥാനം ലഭിക്കുന്നു. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ധർമ്മം ചെയ്യാൻ സാധിക്കാത്ത സഹോദരന്മാർ, ആളുകളെ, അവര് സ്വലാത്ത് ചൊല്ലട്ടെ. അതിനൊരു അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ അബ്ദിക വറസൂലിക വസല്ലി അലൽ മുഅ്മിനീന വൽ മുഅ്മിനാതി വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. ഇത് സ്വദഖ ചെയ്തതിന്റെ, ധർമ്മം ചെയ്തതിന്റെ പകരമാണെന്ന് ഇബ്നു ഹിബ്ബാൻ, ഹാക്കിം, ദൈലമി എന്നിവരൊക്കെ ഉദ്ധരിച്ച ഹദീസിൽ കാണാവുന്നതാണ്. ഈ സ്വലാത്ത് നമ്മൾ കടം വീടാൻ വേണ്ടി പ്രത്യേകം പറയാറുള്ള സ്വലാത്താണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. 11ാമത്തെ ഗുണം എന്ന് പറയുന്നത് ഐഹികമാവട്ടെ, ഇഹലോക വിഷയമാവട്ടെ, പരലോക വിഷയമാവട്ടെ, ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കപ്പെടാൻ, ആവശ്യങ്ങൾ നിറവേറ്റപ്പെടാൻ, ഉദ്ദേശങ്ങൾ പൂർത്തീകരിക്കപ്പെടാൻ
പൂർത്തീകരിക്കപ്പെടാൻ സ്വലാത്ത് കാരണമാകുന്നു. ഹബീബായ തങ്ങള് പ്രതിദിനം 100 സ്വലാത്ത് എന്റെ മേൽ ആ ചൊല്ലുന്നവരുടെ 100 ആവശ്യങ്ങൾ അള്ളാഹു നിറവേറ്റി കൊടുക്കുന്നതാണ്. അതിൽ 70 എണ്ണം പരലോകത്തേതും 30 എണ്ണം ഈ ലോകത്തേതും ദുനിയാവിലെയുമായിരിക്കും എന്ന് നമുക്ക് കാണാവുന്നതാണ്. എങ്ങനെ? നമ്മൾ 100 സ്വലാത്ത് ചൊല്ലുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ 100 ആവശ്യങ്ങൾ പൂർത്തീകരിച്ചു തരും. അതില് 100 ആവശ്യങ്ങളിൽ 7 ആവശ്യങ്ങള് 70 എണ്ണം പരലോകത്തേതും 30 എണ്ണം ഇഹലോകത്തേതും. അപ്പൊ നമ്മൾ എത്ര സ്വലാത്തുകൾ ചൊല്ലുന്നു? ധാരാളം സ്വലാത്തുകൾ ചൊല്ലുന്നു. ആ സ്വലാത്തുകളൊക്കെ നമ്മുടെ 200 സ്വലാത്ത് ചൊല്ലുമ്പോ നമ്മുടെ ഭൗതിക ലോകത്ത് എത്ര ആവശ്യങ്ങൾ പൂർത്തീകരിക്കപ്പെടും, പരലോകത്തിൽ എത്ര ആവശ്യങ്ങൾ പൂർത്തീകരിക്കപ്പെടും. അതൊക്കെ വളരെ ആത്മാർത്ഥമായി മനസ്സറിഞ്ഞ് ഈ നേട്ടങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ചൊല്ലണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. 12ാമത്തെ ഗുണം എന്ന് പറയുന്നത് സ്വലാത്ത് ജീവിത ഞെരുക്കവും ദാരിദ്ര്യവും നിർമ്മാർജ്ജനം ചെയ്യും എന്നുള്ളതാണ്. നമ്മൾ സ്വലാത്ത് ചൊല്ലുമ്പോൾ നമ്മുടെ ഇടങ്ങറുള്ള ജീവിതത്തിൽ നിന്ന് ഒരു രക്ഷ നമുക്ക് ലഭിക്കും. അതേപോലെ തന്നെ ദിക്റും സ്വലാത്തും അതിങ്ങനെ വർദ്ധിപ്പിച്ചു കൊണ്ടിരുന്നാൽ അത് ദാരിദ്ര്യത്തിന് തൊട്ട് വലിയ കാവലാകുമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇടങ്ങറായി ജീവിക്കുന്ന പല സന്ദർഭങ്ങളുണ്ടാകും, വളരെയധികം പ്രയാസപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന സന്ദർഭം. ആ സന്ദർഭത്തിലൊക്കെ സ്വലാത്തുകൾ ഇങ്ങനെ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുക. സ്വലാത്ത് അങ്ങനെ ഒരുപാട് വിഷയങ്ങൾക്ക് പരിഹാരമാണ്. 13ാമത്തെ ഗുണം ലുബ്ധത നീങ്ങും എന്നുള്ളതാണ്. പിശുക്ക് നീങ്ങും. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ആരെങ്കിലും എന്റെ സമീപത്ത് വെച്ച് എന്റെ പേര് പറയപ്പെടുകയും എന്നിട്ട് അവൻ എന്റെ മേൽ സ്വലാത്ത് ചൊല്ലാതിരിക്കുകയും ചെയ്യുന്നുവെങ്കിൽ അവനാണ് ഏറ്റവും വലിയ പിശുക്കൻ എന്ന് മുത്തുനബി തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പൊ സ്വലാത്ത് ചൊല്ലുന്നത് ആ പിശുക്കത്തനം മാറാനും ആ ഒരു ലുബ്ധത നീങ്ങിക്കിട്ടാനും കാരണമാകും. ഇത് തുർമുദി, നസായി, ഹാക്കിമൊക്കെ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. അപ്പോ വളരെ ആത്മാർത്ഥമായിട്ട് സ്വലാത്തുകള് ഈ ഗുണങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് സ്വലാത്തുകൾ ചൊല്ലുക. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അള്ളാഹു നമുക്ക് ഇജാബത്ത് നൽകട്ടെ. അള്ളാഹു നമ്മുടെ നാം ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളിലും അള്ളാഹു നമുക്ക് വലിയ ഇജാബത്ത് നൽകുമ്പോൾ സ്വലാത്ത് അതിനൊക്കെ ഒരു കാരണമാണ്. നമ്മളിപ്പോ സ്വലാത്തിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഈ സ്വലാത്ത് ചൊല്ലുമ്പോൾ ഒരുപാട് വിഷയങ്ങൾ ആ സ്വലാത്തിലൂടെ നമുക്ക് നേടിയെടുക്കാൻ പറ്റും. സ്വലാത്തിന്റെ ഒരുപാട് പദങ്ങളുണ്ട്, നിരവധി പദങ്ങൾ സ്വലാത്തിനുണ്ട്. നമ്മൾ തന്നെ ഒരുപാട് പദങ്ങൾ സ്വലാത്തിനെ കുറിച്ച് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. 14ാമത്തത് സ്വലാത്ത് ചൊല്ലുന്നവന്റെ വ്യക്തിത്വത്തിലും ആയുസ്സിലും കർമ്മങ്ങളിലും ജീവിത പ്രശ്നങ്ങളിലും പുണ്യങ്ങൾ വർദ്ധിക്കുന്നു. മഹാന്മാരൊക്കെ അത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. സ്വലാത്ത് ചൊല്ലുന്നവൻ റബ്ബിനോട് തേടുകയാണ്, തിരുനബിക്കും കുടുംബത്തിനും പുണ്യങ്ങൾ വർദ്ധിപ്പിക്കണേ, ഗുണങ്ങൾ ചെയ്യണേ എന്ന് പറഞ്ഞു ദുആ ചെയ്യുകയാണ്. ഇത് ഉത്തരം ലഭിക്കുന്ന ദുആയാണ്. അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള പ്രതിഫലം പ്രാർത്ഥിക്കുന്നവന് ലഭിക്കുന്നു. നമ്മൾ ഒരാൾക്ക് വേണ്ടിയിട്ട് മറ്റൊരാൾക്ക് വേണ്ടി ദുആ ചെയ്യുമ്പോൾ ളിംന നിലക്ക് ആ വിഷയത്തിൽ നമുക്കും പരിഹാരം ലഭിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ പരിഹാരം ലഭിക്കുന്ന കൂട്ടത്തിൽ പെടുന്നതാണ് നമ്മൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിൽ ഒരു സ്വലാത്ത് ചൊല്ലുമ്പോൾ അല്ലാഹുവേ ഹബീബായ തങ്ങളുടെ മേൽ ഗുണം ചെയ്യണേ എന്ന് പറഞ്ഞിട്ട് ദുആ ചെയ്യണം. അപ്പൊ അതിന്റെ ഉള്ളിലൂടെ ദുആ ചെയ്യുന്ന ആൾക്കും ഗുണം ലഭിക്കുന്നു എന്നുള്ളതാണ്. ഡയറക്റ്റ് ചില വിഷയങ്ങൾ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ഇജാബത്ത് കൂട്ടമായി ചെയ്യുമ്പോഴും അതിന്റെ ഉള്ളിലൂടെ ചെയ്യുമ്പോഴും ലഭിക്കും. ഇപ്പൊ നമ്മള് അള്ളാഹുവിനോട് ഏകാന്തമായി ദുആ ചെയ്യുന്നു. കുറച്ച് ആളുകൾ വളരെയധികം കൂട്ടമായിട്ട് കുറച്ചധികം ആളുകളെ സംഘടിപ്പിച്ച് കൂട്ടമായിട്ട് ദുആ ചെയ്യുന്നു. അപ്പൊ കൂട്ടമായിട്ട് ദുആ ചെയ്യുമ്പോൾ എല്ലാവരും കൂടെ പറയുമ്പോൾ തള്ളിക്കളയൂല. അങ്ങനെയാണല്ലോ, ഒരാളടുത്തേക്ക് ഒരു വിഷയം സംസാരിക്കാൻ വേണ്ടി പോകുമ്പോൾ, ഒരു കാര്യം സാധിപ്പിച്ചെടുക്കാൻ വേണ്ടി പോകുമ്പോൾ എല്ലാവരും കൂടെ കൂടിയിട്ട് ചെല്ലുമ്പോൾ ഒരു 4-5 ആൾക്കാൾ ഒരുമിച്ച് ചെന്ന് കാര്യം പറയുമ്പോൾ അത് പെട്ടെന്ന് ഇങ്ങോട്ട് കിട്ടും. അത് ഇത്ര ആളുകൾ വന്ന് ചോദിച്ചു എന്ന അർത്ഥത്തിൽ. ഒരാൾ മാത്രമാകുമ്പോൾ ചിലപ്പോൾ നെവർമൈൻഡ് ആക്കാനൊക്കെ സാധ്യത ഉണ്ട്. പക്ഷേ അള്ളാഹുവിലേക്ക് ചേർത്ത് നോക്കിയിട്ട് അങ്ങനെയല്ല കേട്ടോ. അങ്ങനെയല്ല, കൂടുതൽ ഇജാബത്ത് കിട്ടാൻ എല്ലാവരും കൂടെ ആവുമ്പോ എങ്ങനെ തള്ളിക്കളയും? ഒരാളാവുമ്പോ നമ്മളിപ്പോ വല്ലാതെ ദോഷം ചെയ്തിട്ടുണ്ട്, നമ്മളൊന്നും പരിഗണിക്കൂല. കുറെ ആളുകൾ ഉണ്ടാവുമ്പോ അവരെല്ലാരും കൂടെ വളരെ പാവപ്പെട്ടവരിലുണ്ടാകും, നല്ല ഇബാദത്ത് ചെയ്യുന്നവരുണ്ടാവും. അവരെ ബർക്കത്തുകൊണ്ട് നമുക്ക് രക്ഷ ലഭിക്കാൻ കാരണമാവും. അതുകൊണ്ടാണല്ലോ ഈ കൂട്ടുപ്രാർത്ഥനക്കൊക്കെ നല്ല പവർ വരുന്നത്, വളരെ പെട്ടെന്ന് ഇജാബത്ത് ലഭിക്കുന്നത്.
ഈ ജമാഅത്തെ ഇസ്ലാമി, മുജാഹിദ്, വഹാബികളൊന്നും ഇതൊന്നും അവരംഗീകരിക്കൂലല്ലോ. അവരൊരു എന്താ ബർക്കത്തില്ലാതെ പോകുന്നത് കൊണ്ടാണ്. കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് നിർവഹിക്കണം എന്നുള്ളതാണ്. 15-ാമത്തത് സ്വലാത്ത് അള്ളാഹുവിന്റെ കോപത്തിൽ നിന്ന് സുരക്ഷിതത്വം നൽകുന്നു. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നുണ്ട് മുഹമ്മദ് നബിയെ അള്ളാഹു പറയുന്നു 10 പ്രാവശ്യം സ്വലാത്ത് ചൊല്ലുന്നവർ എന്റെ കോപത്തിൽ നിന്നും സുരക്ഷിതരാവുന്നതാണ് എന്ന്. അള്ളാഹുവിന്റെ കോപത്തിൽ നിന്നും അള്ളാഹുവിന്റെ ദേഷ്യത്തിൽ നിന്നും നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തില് ഒരുപാട് തെറ്റുകൾ ചെയ്യുന്നത് കൊണ്ട് അള്ളാഹുവിന്റെ കഠിനമായ കോപത്തിനിരയായേക്കാം. അത്തരം കോപങ്ങളിൽ നിന്നൊക്കെ നമുക്ക് രക്ഷ ലഭിക്കാൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിലുള്ള സ്വലാത്ത് അത് ധാരാളമാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അടുത്തത് സ്വലാത്ത് മാർഗദർശനവും ഹൃദയ ചൈതന്യവുമാണ്. സ്വലാത്ത് ചെല്ലുമ്പോ നമ്മള് വളരെ ആത്മാർത്ഥമായിട്ട് സ്വലാത്ത് ചെല്ലുമ്പോ ഹബീബായ തങ്ങളോടുള്ള മഹബത്ത് നമ്മുടെ ഹൃദയത്തിൽ അങ്ങനെ ഊട്ടിയുറക്കും. അപ്പോൾ ഹബീബായ തങ്ങളുടെ കൽപ്പനയ്ക്ക് നമുക്ക് എതിരെ ചെയ്യാൻ സാധിക്കൂല. വഴിപിഴക്കാനുള്ള സാധ്യതകൾ ഉണ്ടാകൂല. ഹബീബായ തങ്ങളോടുള്ള മഹബത്തിനാൽ നമ്മുടെ ഹൃദയം വളരെ ആത്മീയമായിട്ട് നല്ല ഒരു പ്രകാശം ഉൾക്കൊണ്ടതാകും. അതുകൊണ്ടാണ് നമ്മുടെ മക്കളെയൊക്കെ നമ്മൾ പലപ്പോഴും സ്വലാത്ത് മജ്ലിസുകളിലും ദിക്ർ മജ്ലിസുകളിലൊക്കെ അവരെ പങ്കെടുപ്പിക്കണം. അങ്ങനെ പങ്കെടുപ്പിക്കുമ്പോൾ ലഭിക്കുന്ന നേട്ടം എന്താ? അവരിങ്ങനെ സ്വലാത്ത് ഇങ്ങനെ ചൊല്ലണം. അപ്പൊ സ്വലാത്ത് ഇങ്ങനെ ചൊല്ലുമ്പോൾ ഹബീബായ തങ്ങളുടെ മഹബത്തുള്ള ഹൃദയമായിട്ട് മാറും. ആ മഹബത്തുള്ള ഹൃദയമായിട്ട് മാറിക്കഴിഞ്ഞാൽ പിന്നീട് അവിടെ അവർക്ക് വഴിപിഴക്കൽ ഉണ്ടാകൂല. ആ ഒരു പ്രകാശം അവരുടെ ഹൃദയത്തിൽ ഉണ്ടാകുമ്പോൾ അവിടെ ഹറാമ് ചെയ്യാനുള്ള സാധ്യതകൾ അവിടെ ഉണ്ടാകൂല. ഹറാമുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലേക്ക് അവർക്ക് പ്രവേശിക്കാൻ സാധിക്കുകയില്ല. അതിനെ തൊട്ടൊക്കെ ഈ ഒരു പ്രകാശം തടയിടപ്പെടും എന്നുള്ളതാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഒരുപാട് മുഅ്മിനീങ്ങള് ധാരാളമായിട്ട് സ്വലാത്തുകൾ ചൊല്ലുന്നവരാണ്. സ്വലാത്ത് ചൊല്ലിയാൽ ഒരുപാട് നേട്ടങ്ങൾ, നിരവധി നേട്ടങ്ങൾ നമുക്ക് കൊയ്തെടുക്കാൻ സാധിക്കും എന്നുള്ളത് നമ്മൾ പറഞ്ഞല്ലോ. ആ കൂട്ടത്തിൽപ്പെട്ട നിരവധി സ്വലാത്തുകളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. അതിന്റെ നേട്ടങ്ങളെ കുറിച്ചും വളരെ ആത്മാർത്ഥമായിട്ട് ഹബീബായ തങ്ങളിലേക്ക് സ്വലാത്തുകൾ സമർപ്പിക്കുക. അത് നമ്മുടെ മക്കൾ നന്നാവാന്, നമ്മുടെ ജീവിതത്തിൽ വലിയ ബറക്കത്ത് ഉണ്ടാവാന്, നമ്മുടെ ജീവിതത്തിൽ ഖൈറ് ലഭിക്കാനൊക്കെ കാരണമാകും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി സ്വലാത്ത് നമ്മുടെ ഒരു സദസ്സിൽ വെച്ച് ചെല്ലുമ്പോൾ ആ സദസ്സിന് അതൊരു അലങ്കാരമാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ സദസ്സുകളെ സ്വലാത്ത് കൊണ്ട് അലങ്കരിക്കുക. എന്റെ മേലിലുള്ള സ്വലാത്ത് അന്ത്യനാളിൽ പ്രകാശമായി വരുന്നതാണ്. ദൈലമി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. അതുകൊണ്ട് തന്നെ സ്വലാത്ത് നന്നായി ചൊല്ലുക. നമ്മുടെ ഏത് വിഷയങ്ങളിലാണ് സ്വലാത്ത് ചൊല്ലാതെ നമ്മൾ തുടങ്ങുന്നത്? നിസ്കാരത്തിൽ സ്വലാത്തില്ലേ? ഏത് വിഷയങ്ങളിലാണ് ഖുതുബോധുമ്പോൾ അതിൽ സ്വലാത്തുണ്ട്? പ്രിയമുള്ളവരെ, എന്ത് വിഷയങ്ങൾ എഴുതുമ്പോഴും സ്വലാത്ത് ചൊല്ലുന്നുണ്ട്, സ്വലാത്ത് എഴുതുന്നുണ്ട് അല്ലേ? അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. ഒരാളൊരു കാര്യം സംസാരിക്കാൻ വേണ്ടി ഇരിക്കുമ്പോൾ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. നമ്മൾ സ്വലാത്ത് ചൊല്ലാത്ത ഒരു വിഷയം, നമ്മുടെ ഏത് കർമ്മങ്ങളിലാ സ്വലാത്തില്ലാത്തത്? ഒരു കർമ്മവും സ്വലാത്തില്ലാതെ കഴിഞ്ഞു പോകുന്നില്ല. ഒരാൾക്ക് നിക്കാഹ് ചെയ്തു കൊടുക്കുന്നുണ്ട്, അതിന്റെ തുടക്കത്തിൽ നമ്മൾ സ്വലാത്ത് ചൊല്ലുന്നുണ്ട്. അഊദു ബിസ്മിക ചൊല്ലിയിട്ട് സ്വലാത്ത് ചൊല്ലിയിട്ടാ തുടങ്ങുന്നത്. ഇങ്ങനെ ഏത് വിഷയങ്ങളിലും സ്വലാത്ത് ഉണ്ടാകുന്നത് അതൊരു വലിയ ബറക്കത്ത് ലഭിക്കാൻ കാരണമാകുന്നതാണ്. അടുത്തത്, കാപട്യത്തിൽ നിന്നും കറ പിടിക്കുന്നതിൽ നിന്നും ഹൃദയത്തെ ശുദ്ധീകരിക്കാൻ സ്വലാത്ത് ഒരു കാരണമാകുന്നു. കാപട്യ ഹൃദയം, അതേപോലെ തന്നെ കറ പിടിച്ച ഹൃദയം, പാപഭംഗിലമായ ഹൃദയം, അതൊക്കെ ശുദ്ധീകരിക്കാൻ സ്വലാത്ത് കാരണമാകുന്നു. അടുത്തത്, ജനപ്രീതി നേടിയെടുക്കാൻ സ്വലാത്ത് കാരണമാകുന്നു എന്നുള്ളതാണ്. ആളുകൾക്കിടയിൽ വിലയില്ലാതെ, ആളുകൾക്കിടയിൽ ഒരു സ്ഥാനവുമില്ലാതെ എപ്പോഴും ഇങ്ങനെ അവോയ്ഡ് ചെയ്യപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്നവർക്കൊക്കെ വലിയ രക്ഷയും നല്ല സമാധാനവും ലഭിക്കാനും ആളുകൾക്കിടയിൽ ഒരു സ്ഥാനം ലഭിക്കാനൊക്കെ സ്വലാത്ത് കാരണമാകും എന്നുള്ളതാണ്.
അടുത്തത് സ്വലാത്ത് ചൊല്ലുന്നവർക്കും അവരുടെ മക്കൾക്കും മക്കളുടെ മക്കൾക്കും അത് ഉപകാരപ്പെടുന്നു. ഇത് സംബന്ധമായി ഹദീസ് നമുക്ക് കാണാവുന്നതാണ്. ആരൊക്കെയോ സ്വലാത്ത് ചൊല്ലുന്നത് അത് അവരുടെ മക്കൾക്ക് ഉപകാരപ്പെടും, മക്കളുടെ മക്കൾക്ക് ഉപകാരപ്പെടും. അതൊക്കെ അവർക്ക് ഗുണമായിട്ട് സംഭവിക്കും. അവരുടെ അപകടങ്ങളെ തൊട്ട് ആഫത്തുകളെ തൊട്ടൊക്കെ രക്ഷ ലഭിക്കാൻ കാരണമാകും. അടുത്ത സ്വലാത്ത് ചൊല്ലുന്നവരുടെ പേര് ഹബീബായ തങ്ങളുടെ സന്നിധിയിൽ പ്രദർശിക്കപ്പെടുന്നു. ഹബീബായ തങ്ങളുടെ സന്നിധിയിൽ ആരുടെയെങ്കിലും നാമം ഗുണമായ രീതിയിൽ പറയപ്പെടുക എന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമാണ്, ആഹ്ലാദകരമായ കാര്യമാണ്. അത് വളരെ പുണ്യമുള്ളതാണ്, മഹത്തരമാണ്. സ്വലാത്ത് ചൊല്ലുന്നവരെ ഹബീബായ തങ്ങളുടെ അടുക്കൽ അവരുടെ പേരുകൾ സമർപ്പിക്കപ്പെടുമെന്നുള്ളതാണ്. അല്ലെങ്കിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അറിയുന്നുണ്ട്. ഈ ഉമ്മത്തിൽപ്പെട്ട ഓരോരുത്തരും ചെയ്യുന്നത് അറിയുന്നുണ്ട്. ഹബീബായ തങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ചെയ്യുന്ന ഓരോ അമലുകളും എന്റെ മേൽ വെളിവാക്കപ്പെടുന്നുണ്ട്. ഞാൻ നല്ലത് കാണുകയാണെങ്കിൽ അല്ലാഹുവിനെ സ്തുതിക്കും. നല്ലതല്ലാത്തത് വല്ലതും കാണുകയാണെങ്കിൽ അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കും. നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളും എൻ്റെ മേൽ വെളിവാക്കപ്പെടുന്നുണ്ട്. ഇന്ന് രാത്രിയിൽ നാളെ പകലിലൊക്കെയായിട്ട് സ്വലാത്തുകൾ ചൊല്ലുന്നവരുടെ പേര് വിവരങ്ങൾ, ആരാണ് ചൊല്ലിയത്, എപ്പോഴാണ് ചൊല്ലിയത്, എങ്ങനെയാണ് ചൊല്ലിയത്, എല്ലാം മുത്തുനിബിതങ്ങളെ കണ്ട് മനസ്സിലാക്കിയിട്ട് അവിടുന്ന് അൽഹംദുലില്ലാ പറയുന്നുണ്ട്. അള്ളാഹു നമുക്ക് അവിടുത്തെ മഹബ്ബത്തിലായി ജീവിക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. അടുത്തത് സ്വലാത്ത് ചൊല്ലുമ്പോൾ ഹബീബായ തങ്ങൾ മനാമിൽ വരാൻ അത് കാരണമാകും, ആ സ്വലാത്ത് കാരണമാകും എന്നുള്ളതാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നം കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് നിരവധി സ്വലാത്തുകൾ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ആ ഹബീബായ തങ്ങളെ സ്വപ്ന ദർശനം ലഭിക്കാൻ സ്വലാത്തുകൾ കാരണമായി തീരും. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വലാത്ത് ചൊല്ലുന്നവൻ മരണത്തിന് മുമ്പ് സ്വർഗത്തിൽ തനിക്കുള്ള സ്ഥാനം കാണുന്നതാണ്. ഇതൊക്കെ മുമ്പ് കേട്ടിട്ടുണ്ടോ? സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാലുള്ള നേട്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, പ്രതിദിനം 1000 പ്രാവശ്യം എന്റെ മേൽ സ്വലാത്ത് ചൊല്ലുന്നവൻ സ്വർഗത്തിൽ അവർക്കുള്ള സ്ഥാനം കാണാതെ മരണപ്പെടുകയില്ല. വലിയൊരു ഗുണമല്ലേ അത്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിലുള്ള സ്വലാത്ത് ഇങ്ങനെ ചൊല്ലി 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 ഒരു ദിവസം 1000 സ്വലാത്ത് ചൊല്ലാൻ സാധിക്കുന്നവർക്ക് ലഭിക്കുന്ന നേട്ടം നിങ്ങളൊന്ന് നോക്കൂ. ആ ഹബീബായ തങ്ങളുടെ മേലില് 1000 തവണ സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ മരണപ്പെടുന്നതിന്റെ മുമ്പായിട്ട് സ്വർഗത്തിലെ സ്ഥാനം കാണാൻ സാധിക്കുന്നു. അപ്പൊ സ്വർഗത്തിലാണെന്ന് ഉറപ്പിച്ചു അല്ലേ? അവിടെയുള്ള സ്ഥാനത്തിനെ കുറിച്ചാണ് പറഞ്ഞത്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അടുത്തത് സ്വലാത്ത് ഹബീബായ തങ്ങളുടെ ശഫാഅത്ത് ലഭിക്കാൻ കാരണമാകുന്നു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, എന്റെ മേലിൽ സ്വലാത്ത് ആരാണോ ചൊല്ലുന്നത് ധാരാളമായിട്ട് അന്ത്യനാളിൽ ഞാൻ അവർക്ക് ശഫാഅത്ത് നൽകുന്നതാണ് എന്ന് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അടുത്തത് അർശിന്റെ തണൽ ലഭിക്കാൻ സ്വലാത്ത് കാരണമാകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അള്ളാഹുവിന്റെ അർശിന്റെ തണലില്ലാത്ത ദിനത്തിൽ 3 വിഭാഗത്തിന് ആ തണൽ ലഭിക്കുന്നതാണ്. കഷ്ടപ്പെടുന്ന എന്റെ സമുദായാംഗങ്ങൾക്ക് ആശ്വാസം നൽകുന്നവൻ, എന്റെ ചര്യയെ ജീവിപ്പിക്കുന്നവൻ, ആശ്വാസം നൽകുന്നവർ, അതേപോലെ തന്നെ ധാരാളം സ്വലാത്ത് ചൊല്ലുന്നവർ. അർശിന്റെ നേരിട്ട് കിട്ടുന്ന 7 വിഭാഗം ഒരു ഹദീസിലുണ്ട്. അതുപോലെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ മറ്റൊരു ഭാഗമാണ് ഈ ഭാഗം. അപ്പോൾ ധാരാളം സ്വലാത്ത് ചൊല്ലുന്നവർക്ക് അർശിന്റെ നേരിട്ട് കിട്ടാനൊക്കെ കാരണമാകും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അടുത്തത് അള്ളാഹുവിന്റെ പൊരുത്തത്തിന് അർഹരാകും എന്ന് ഹദീസിൽ കാണാം. അള്ളാഹുവിനെ സംതൃപ്തനായി കാണുന്നത് ആരെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അവർ എന്റെ മേൽ സ്വലാത്ത് വർദ്ധിപ്പിക്കട്ടെ എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അള്ളാഹുവിന്റെ പൊരുത്തത്തിനും തൃപ്തിക്കൊക്കെ കാരണമാകും സ്വലാത്ത് ചൊല്ലുന്നത്. അടുത്ത അവസാന നാളിലെ ദാഹത്തിൽ നിന്ന് മോചനം ലഭിക്കുന്നു. അന്ത്യനാളിൽ ദാഹം അലട്ടാതിരിക്കണമെങ്കിൽ ഹബീബായ തങ്ങളുടെ മേലിൽ ധാരാളം സ്വലാത്ത് വർദ്ധിപ്പിക്കണമെന്ന് നമുക്ക് കാണാവുന്നതാണ്. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമുക്ക് അല്ലാഹു സന്ദേശം നൽകിയിരുന്നു.
അപ്പോൾ ഹബീബായ തങ്ങളുടെ മേലിൽ സ്വലാത്ത് ചൊല്ലുമ്പോൾ നമുക്ക് ലഭിക്കുന്ന വലിയ വലിയ നേട്ടങ്ങളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സ്വലാത്ത് സിറാത്ത് എന്ന പാലത്തിന്മേൽ പ്രകാശമേകുന്നു. ഹബീബായ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, എന്റെ മേലിൽ സ്വലാത്ത് ചൊല്ലുന്നവൻ സിറാത്തിന്മേൽ അത് അവർക്ക് പ്രകാശമാകുന്നു. അടുത്തത്, സ്വലാത്ത് ചൊല്ലുന്നവന് സ്വർഗത്തിൽ ധാരാളം ഇണകളെ ലഭിക്കുന്നതാണ്. ധാരാളം സ്വലാത്ത് ചൊല്ലുന്നവർ ഹബീബായ തങ്ങളുമായി ഏറ്റവും അടുപ്പമുള്ളവരായി തീരുന്നു. മുത്തനബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അന്ത്യനാളിൽ ഞാനുമായി ഏറ്റവും അടുപ്പമുള്ളവർ എന്റെ മേൽ സ്വലാത്ത് വർദ്ധിപ്പിക്കുന്നവരാണെന്ന് ഹബീബായ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവരിലൊക്കെ നമുക്ക് ഉൾപ്പെടാൻ സാധിക്കും. ദുആ സ്വീകരിക്കാൻ കാരണമാകുന്നു സ്വലാത്ത് ചൊല്ലുമ്പോൾ. സ്വലാത്ത് ചൊല്ലാതെ പ്രാർത്ഥിക്കുമ്പോൾ അത് ആകാശഭൂമിക്കിടയിൽ തങ്ങി നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് സ്വലാത്ത് ചൊല്ലിയിട്ടാണ് ദുആ ചെയ്യേണ്ടത്. നമ്മുടെ ദുആകളുടെ പദങ്ങളിലൊക്കെ സ്വലാത്ത് വേണം. നിസ്കാരത്തിൽ വരെ സ്വലാത്തില്ലേ, വളരെ ശ്രേഷ്ഠമായ ഒരു സ്വലാത്ത്, ആ സ്വലാത്തുൽ ഇബ്രാഹിമിയ. ഇബ്രാഹിമിയ സ്വലാത്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ തഹയ്യാത്തിന് ശേഷമുള്ള ദജ്ജാലിന്റെ ഫിത്നയെ തൊട്ടും ഖബറിന്റെ ഫിത്നയെ തൊട്ടൊക്കെ ഉള്ള വലിയ കാവല് തേടിയിട്ടുള്ള ദുആ ചെയ്യുന്നതിന് ആ ദുആക്ക് ഇജാബത്ത് കിട്ടാൻ കാരണമാകും. ഒരുപാട് കാര്യങ്ങൾ സ്വലാത്ത് ചൊല്ലിയാലുള്ള നേട്ടങ്ങളുണ്ട്. സമയക്കുറവ് പോലും പെട്ടെന്ന് ചുരുക്കുകയാണ്. സ്വലാത്ത് സ്വർഗത്തിന്റെ വഴിയിലേക്ക് ആനയിക്കുന്നു. സ്വലാത്ത് ഉപേക്ഷിക്കുമ്പോൾ സ്വർഗത്തിലേക്കുള്ള വഴി തെറ്റിപ്പോകുന്നു. അതുകൊണ്ട് സ്വലാത്ത് ധാരാളമായിട്ട് ചൊല്ലണം. മറന്നുപോയ കാര്യങ്ങൾ ഓർമ്മിക്കാൻ സ്വലാത്ത് കാരണമാകുന്നു. ഏത് സ്വലാത്ത് ചൊല്ലിയാലും ഈ ഫലം ലഭിക്കുമെങ്കിലും ഇതിന് പ്രത്യേകമായിട്ടുള്ള ഒരു സ്വലാത്ത് എന്റെ വചനം മഹാന്മാർ പറഞ്ഞതായിട്ട് കാണാം. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലിഹി കമാല നിഹായത ലികമാലിക വഅദദ കമാലി എന്ന് പറയുന്ന ഈ സ്വലാത്ത് ഇൻഷാ അല്ലാഹ് നമ്മളൊരു ഷോർട്ടിൽ എപ്പോഴെങ്കിലൊക്കെ ആയിട്ട് അത് അറിയിക്കണ്ട്. ഇത് ധാരാളമായിട്ട് ചൊല്ലിയാൽ അത് മറവി എന്ന ആ വിഷയം അത് മുതിർന്നവർക്കാവട്ടെ ആർക്കാവട്ടെ അത് പോകാൻ കാരണമാകുന്നതാണ്. ഇനിയും ഒരുപാട് ഗുണങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് ജീവിതത്തിൽ പകർത്താനുള്ള തൗഫീഖ് നൽകട്ടെ. എല്ലാവരോടും ഓർമ്മപ്പെടുത്താനുള്ളത് സ്വലാത്തുകൾ ധാരാളമായിട്ട് ചൊല്ലുക. ഹബീബായ തങ്ങൾ അങ്ങേയറ്റം മഹബത്ത് വെക്കുക. അവസാന കാലഘട്ടത്തിൽ അതിനൊക്കെ ആളുകൾ കുറവായിരിക്കും. നമ്മൾ നന്നായിട്ട് ചൊല്ലുക. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഹബീബായ തങ്ങളെ സ്വപ്നത്തിൽ കാണാനുള്ള തൗഫീഖ് നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ